गाऊंगा हे यीशु मेरे खुदा, उपकार तेरे साथ स्तुति गाऊंगा हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद। प्रभु में मांगने से ज्यादा मिला मुझे, आभारी हूँ प्रभु में। गाऊंगा हे यीशु तेरे बेशुमार, कोटि कोटि। Thank you for your promise that goodness and mercy shall follow all the days of our life. We thank you for your goodness and mercy. Now we commit Jinson and his family for your blessings and guidance. That you be the leader and guide in everything, whatever is to be done today. Bless this wedding engagement. Give them a very blessed, and we may come back rejoicing in the Lord. Provide every needs in this connection. Be with us while we travel to Mandapalli and coming back. We commit ourselves once again for the glory of your name and the furtherance of your kingdom in this country. We thank you. പ്രിയ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് പ്രിയ കുഞ്ഞുങ്ങൾ ഇരുവരും അവരോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ടവര് ഈ ഹോളിൽ പ്രവേശിച്ച് ഈ ഹോളിന്റെ മുൻവശത്ത് അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തില് ഇരിക്കാവുന്നതാണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ആ സമയത്ത് ഒരു മ്യൂസിക് പശ്ചാത്തലത്തിൽ അവരിവിടെ കയറി വരുന്നതായിരിക്കും. യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ നാദം സംഗീതേ എന്നുള്ളം ശീലിക്കുന്നേ ഞാൻ യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ നാദം സന്നിധി ലോകത്തിൻ സ്നേഹം യേശുവാണെന്റെ സ്നേഹിതൻ എന്നെ മറ്റും അറിയുന്ന എൻ ജീവന്റെ ജീവനാണവൻ ലോകത്തിൻ സ്നേഹം യേശുവാ
അറിയും നാഥൻ എൻ ജീവന്റെ ജീവനാണവൻ എന്നുള്ളിൽ ശീലിക്കുന്നേ ഞാൻ യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ ഉയരാത്ത നാഥൻ സന്നിധിയിലെ എന്നുള്ളം ക്ഷീണിക്കുന്നേ ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ ഉയരാത്ത നാഥൻ സന്നിധിയിലെ. ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. നമ്മളെ ദൈവസന്നിധി വളരെ പ്രാർത്ഥിച്ചതായിട്ടുള്ള വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണിയെ ഒരുക്കുന്നവനായ ദൈവം ദൈവത്തിൻ്റെ സമയമായപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയതായിട്ടുള്ള ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ നിശ്ചയമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ ജനനം മുതൽ ഈ സമയം വരെ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസം കർത്താവ് കൊടുത്തു. ദൈവവചനം പഠിക്കുവാനും ആ നിലയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ശക്തമായ നിലയിൽ പ്രയോജനപ്പെടുവാൻ നോക്കണം കുഞ്ഞുങ്ങളെ ദൈവം സഹായിച്ചു. പ്രിയ മകൻ ജിൻസൺ, പ്രിയ മകൾ ഡെൻസി ഇന്ന് പകൽക്കാലം വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ. ദൈവകരത്തിൽ ഏൽപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശിവകുമാർ മുന്നോട്ട് കടന്നു വന്ന് പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല പകൽക്കാലത്തിനായി നാഥ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരും സഭയും നാളുകളായി പ്രാർത്ഥിച്ചതിന് പ്രകാരം സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം പ്രിയ പൈതൽ ഡെൻസിയുടെയും ജിൻസന്റെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഉറപ്പ് ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇരു കുടുംബത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള കർത്താവെ അഭിഷിക്തന്മാരെ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവരെ എല്ലാം ഈ ഹോളിലേക്ക് കർത്താവെ തിരുകൃപയിൽ ശരണപ്പെട്ട് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഈ മൗത്യമേറിയ ശുശ്രൂഷ അനുഗ്രഹ നിറവോടെ ചെയ്തെടുക്കുവാൻ അഭിഷിക്തന്മാരെ ദൈവാത്മാവ് ആത്മാവിനാലും ശക്തിയാലും നിറയ്ക്കപ്പെടേണ്ടതിനും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി ഈ മൗത്യമേറിയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ചാരത്തുനിന്നും ദൂരത്തുനിന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷേമത്തോടെ കൂട്ടിവരുത്തി ഈ മൗത്യമേറിയ ശുശ്രൂഷ ആദിയോടന്തം പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുത്ത് കരം പിടിച്ച് വഴി നടത്തേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടണം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എടുക്കുന്നതായ തീരുമാനത്തിൽ അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം വിഷയത്തിന്റെ നടുവിൽ വിടുതലായി വെളിപ്പെടുവാൻ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹത്തോടെ ചെയ്തെടുക്കുവാൻ അഭിഷിക്തന്മാരെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ തുടർന്ന് അത്യുന്നതനീ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ
അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നോ. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. അവേ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. Hallelujah, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവുപോരായേ, എങ്കിലുമാവോളം പാടി സ്തുതിക്കും. ഓ സ്തുതിക്കുവാനായിരം നാവുപോരായേ, എങ്കിലുമാവോളം പാടി സ്തുതിക്കും. ആമേനുന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ആമേനുന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ചെറുപാടാം. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. യഹോവേ നീ മാത്രം. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ. ഓ ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നിൽക്കുമ്പോൾ IPC മലപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PC തമ്പി മുന്നോട്ട് കടന്നു വന്ന് വിശുദ്ധ തിരുവഴുത്തിന്ന് 20-ാം സങ്കീർത്തനം പരസ്യമായിട്ട് വായിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക.
20-ാം സങ്കീർത്തനം ഞാനിവിടെ വായിക്കുന്നു. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവർ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവർ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷയായ വീര്യപ്രവർത്തികളാൽ അവനെ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുഴിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർനിൽക്കും. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. അനുഗ്രഹത്തിനായി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും ദൈവം അനുഗ്രഹിച്ച് തരേണ്ടനായി ദൈവകരത്തിൽ ഏൽപ്പിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ രണ്ട് പേര് പറയുന്ന രണ്ട് കർത്തദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ സാബു ഇ.കെ, തുടർന്ന് നിയുക്ത മണവാളന്റെ ശുശ്രൂഷൻ പാസ്റ്റർ ഷൈജു തോമസ് പറയപ്പെട്ടതായിട്ടുള്ള കർത്തദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമേ, തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവമേ, സുഖിപ്പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ദീർഘനാളുകളായി മാതാപിതാക്കളുടെ ദൈവസഭയുടെ വിലപ്പെട്ട വൃദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രകാരം കർത്താവെ കൂടി എങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനാ ഞങ്ങളുടെ നന്ദിയോട് സ്തോത്രം. കർത്താവാലോചന വലിയവനും പ്രവൃത്തി ശക്തനായ ദൈവമാകയാൽ തുടർന്ന് നടക്കുന്ന എല്ലാ ലോയിലും ശുശ്രൂഷകളിലും അവിടുത്തെ വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ടി വധുവരന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. സഭകളെയും കർത്താവിടുന്ന് അനുഗ്രഹിക്കണമേ. കടന്നു എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. തുടർന്ന് നടക്കുന്ന നല്ല ശുശ്രൂഷയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. അവിടെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവസഭകളുടെയും മാതാപിതാക്കന്മാരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് പകലയോട് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഉദ്ദേശമുള്ള ദൈവം എന്നെ അറിയുന്നതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി നടപ്പാൻ ദൈവം സഹായിക്കുമാറാകണമേ. എല്ലാ തീരുമാനത്തിലും കർത്താവേ, എല്ലാ ഇടപാടിലും ദൈവ സാന്നിധ്യവും പരിശുദ്ധ അവരുടെ നിയോഗം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷ അനുഗ്രഹമാക്കണം. ഞങ്ങളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ മകൻ ജിൻസൺ ജോസഫ്, പ്രിയ മകൾ ഡെൻസി ഡേവിഡ്, പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തില് ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ തൊക്കണമിടിയായി തീർന്നല്ലോ. കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവരെയും ഈ വിവാഹ നിശ്ചയത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഈ സ്റ്റേജിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്തദാസന്മാരെ, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറ്, നിയുക്ത മണവാളൻ മണവാട്ടി, ഇരു സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെ, ബന്ധുമിത്രാദികളുടെ ചാർച്ചക്കാര്, പ്രിയപ്പെട്ടവരെല്ലാവർക്കും വന്ദനം പറയുന്നു. മലപ്പള്ളി സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ പി സി തമ്പി, സെക്രട്ടറി പാസ്റ്റർ ജോൺ വർഗീസ്, ഇന്നത്തെ ഈ വിവാഹ നിശ്ചയത്തിൽ സന്ദേശം നൽകുന്നതിനായിട്ട് ക്ഷണിച്ചതായിട്ടുള്ള അനുഗ്രഹീത കർത്തദാസൻ പാസ്റ്റർ മാത്യു ലാസറ്, പ്രിയ മകൻ ജിൻസന്റെ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ഷൈജു തോമസ്, അതുപോലെ IPC ഹെബ്രോൻ ചങ്ങാറമല സഭയുടെ മുൻ ശുശ്രൂഷകന്മാരായിരിക്കുന്നതായിട്ടുള്ള
പാസ്റ്റർ റിജോ തോമസ്, പാസ്റ്റർ PJ തോമസ്, പാസ്റ്റർ ബിജു ജോണ്, അതുപോലെ പാസ്റ്റർ ശിവകുമാർ, പാസ്റ്റർ WMAയുടെ സെന്ററിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ KJ മാത്യു, പാസ്റ്റർ സാബു EK, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്കും ഞാൻ വന്ദനം പറയുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ വിവാഹ നിശ്ചയത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമയം അല്പം വൈകിയാണ് ആരംഭിച്ചത്, എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾ അതുകൊണ്ട് ചുരുക്കുകയാണ്. പ്രിയ മകൾ ഡാലിയ അഥവാ ഡെൻസി ഡേവിഡ്, പ്രിയ മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ IPC ഹെബ്രോൻ സഭയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കുടുംബത്തിലെ ഇളയ മകളാണ്. പ്രിയ തക്കച്ചാന് കർത്താവ് നൽകിയ കുഞ്ഞുങ്ങളിൽ പ്രിയ ഇളയ മകള് നല്ല വിദ്യാഭ്യാസം ചെയ്തു, വേദപഠനം നടത്തി, പായിപ്പാട്ടുള്ളതായിട്ടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിലെ തന്നെ അധ്യാപക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ മകനെ കുറിച്ചും അറിയുവാൻ കഴിഞ്ഞത് പ്രിയ മകൻ ജിൻസൺ ചേപ്പാടായിരിക്കുന്നതായിട്ടുള്ള ബൈബിൾ കോളേജിലെ രജിസ്ട്രാർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രിയ കുഞ്ഞുങ്ങൾ ഇരുവരും കർത്താവിന്റെ വേലയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചുമല് നൽകുന്നതായിട്ടുള്ള പ്രിയ കുഞ്ഞുങ്ങളാണ്. അനേക യുവാക്കളെ, അനേകതായിട്ടുള്ള സഹോദരന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള ആ ഒരു അനുഭവത്തിലേക്കാണ് പ്രിയ കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിയുന്നത്. കർത്താവിന്റെ വരവ് താമസം എന്ന വരിയിൽ അവരെ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. തുടർന്ന് കൊയർ മുന്നോട്ട് കടന്നു വന്ന് ഒരു പാട്ടിന്റെ ഈരടി പാടിയതിന് ശേഷമായിട്ട് തുടർന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കുന്നതാണ്. പകരം നൽകും നീ കാരും എന്നെ നീ എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയേ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയേ. നിന്റെ പ്രവർത്തികളാവിൻ ശയമേ സർവഭൂമിക്കും രാജാവും നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോരും നീയേ നിന്റെ പ്രവർത്തികളാവിൻ ശയമേ
എന്നെ ഉന്നതനാക്കിയേ, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കിയേ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയേ, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കിയേ, നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയേ. വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മെ വിളിച്ചു കൂട്ടിയതിൻ്റെതായിട്ടുള്ള ഉദ്ദേശം, നിയുക്ത മണവാട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മുന്നോട്ട് കടന്നു വന്ന്, ചുമതലപ്പെടുത്തിയ ആള് മുന്നോട്ട് കടന്നു വന്ന് പരസ്യമായിട്ട് ഈ സമയത്ത് പ്രസ്താവിക്കുന്നതായിരിക്കും. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ പ്രകാരം കൂടി വന്നക്കണ്ണം ദൈവം തന്ന സാവകാശങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പേരിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും, വിശേഷ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന കർത്താവദാസന് പ്രത്യേകം നന്ദി സ്നേഹം അർപ്പിക്കുകയാണ്. ഇവിടെ ഓർപ്പിച്ച പോലെ നമ്മൾക്ക് ഒന്നിച്ച് ഇവിടെ കൂടി ഇരുവാൻ മുഖാന്തരമായ വിഷുവിനെ കുറിച്ചൊരു വാക്കിൽ ഓർപ്പിച്ച് ഞാൻ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മോളെ ജിൽസന്ന പ്രിയ പൈതൽ വന്ന് കാണുകയും അവർക്ക് വിവാഹത്തിന് താല്പര്യമാണെന്ന് അറിയിച്ചതോടനുബന്ധിച്ച് ഞങ്ങളിരു ഭവനക്കാരും ചേർന്ന് ഇപ്രകാരം ഈ ഡേറ്റിൽ ഇവിടെ വെച്ച് അതിന് നിശ്ചയം അടുത്തു നിന്നുള്ള വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് പിരിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഈ വേദി പ്രകാരം ഒരു ക്രമീകരണമുണ്ടാകാൻ തരുന്നത്. ഈ കാലാവസ്ഥയെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു ധാരണയാണ് പറയുവാനിടയായി തരുന്നത്. ആ ധാരണ എന്തുവാന്നുള്ളത്, അതായത് സ്ഥലം, സമയം, തീയതി, ഈ കാര്യങ്ങൾ നിയുക്ത മണവാളന്റെ ഭാഗത്ത് നിന്ന് ചുമതലപ്പെടുത്തിയ ആള്, ഉത്തരവാദിത്തപ്പെട്ട ഒരാള് മുന്നോട്ട് കടന്നു വന്ന് പ്രസ്താവിക്കുന്നതായിരിക്കും. മഹത്വമുണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ മാന്യശ്രേഷ്ഠ വ്യക്തികൾക്കും, പ്രത്യേകമായി വേദിയിലായിരിക്കുന്ന ഈ ശുശ്രൂഷയെ ലീഡ് ചെയ്തായിരിക്കുന്ന ദേവദാസനും, പ്രത്യേകമായി ഞങ്ങളുടെ മാതൃസഭയെ തലയോൽപ്പുറമിൽ നിന്ന് കടന്നു വന്ന ദേവദാസനും, ഇവിടെ മറ്റുള്ള എല്ലാ ദേവദാസന്മാരെയും പേരെടുത്ത് പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടെയെങ്കിലും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ കൂടി വന്നതിൻ്റെ ആയിരിക്കുന്ന ഉദ്ദേശം ഇവിടെ പറയുവാൻ തൊക്കെ വേണ്ടിയായി തീർന്നു. ഈ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ജിൻസൺ എൻ്റെ മോനാണ്. ഞങ്ങളുടെ ആലപ്പുഴ ജില്ല പള്ളിപ്പാട് പഞ്ചായത്ത്
അവിടെ അടുത്താണ് ഈ പ്രത്യാശ ഭവൻ എന്ന് പറയുന്ന സ്ഥലം. പ്രത്യാശ ഭവന്റെ സഭാ ഹാളിൽ വെച്ച് ഡിസംബർ 10 വൈകിട്ട് 5 മണിക്ക് വിവാഹം നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ദൈവസേനയിൽ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയായിരിക്കുന്ന ഞങ്ങളുടെ സ്തോത്രം മോളെയും മോളുടെ ഭവനത്തെയും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ സ്ഥലം പ്രത്യാശ ഭവൻ ചേപ്പാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പ്രത്യാശ ഭവൻ ഈ 5 മണിക്ക് സ്ഥലം അവിടെ വെച്ച് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിട്ട് ഈ സഭയെ അറിയിക്കുന്നു. ഇവിടുത്തെ ധാരണ ഒരിക്കൽ കൂടെ പരസ്യമായിട്ട് ഞാനിവിടെ പ്രസ്താവിക്കുകയാണ്. കർത്താവിന്റെ വരവ് താമസമെന്ന വരിയിൽ പ്രിയ മകൻ ജിൻസൺ ജോസഫിന്റെയും പ്രിയ മകൾ ഡെൻസി ഡേവിഡിന്റെയും വിശുദ്ധ വിവാഹം 2025 ആണ്ട് ഡിസംബർ മാസം 10-ാം തീയതി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് IPC എബനേസർ തലയോലപ്പറമ്പ് സഭയുടെ ചുമതലയിൽ ദ ലൈറ്റ് ഓഫ് ഹോപ്പ് മിഷൻ ചേപ്പാട് വെച്ച് നടത്തി വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുന്നതിനാണ് ഇരു ഭവനങ്ങളും ചേർന്നത് ധാരണയായിട്ടുള്ളത് എന്ന കാര്യം ഈ സദസ്സിനെ ഞാനിവിടെ അറിയിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഒരുമിച്ചിവിടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കൂടി വന്നു. ക്ഷണിച്ചതിൻ്റെ ഉദ്ദേശവും ആ ധാരണകളൊക്കെ പരസ്യമായി പറയുവാനിടയായി തീർന്നു. പ്രിയ കുഞ്ഞുങ്ങൾ ഇരുവരും ഉണ്ട്. സദസ്സിനെ അവരെ പരിചയപ്പെടുത്തേണ്ടതും അവരെ കാണേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ നിലയിൽ ഈ സമയത്ത് പ്രിയ മകൻ ജിൻസൺ ജോസഫ്, പ്രിയ മകൾ ഡെൻസി ഡേവിഡ് നിയുക്ത മണവാളനും മണവാട്ടിയും അവരുടെ പേരൻസിനോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പം ഈ സ്റ്റേജിലേക്ക് തുടർന്ന് കടന്നു വരാവുന്നതാണ് എന്ന കാര്യം ഇവിടെ ഞാൻ പ്രസ്താവിക്കുകയാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലും ഞാൻ. വിവാഹ നിശ്ചയരേഖയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിന്റെ വിവാഹ നിശ്ചയരേഖയിൽ നിയുക്ത മണവാളനും മണവാട്ടിയും രക്ഷകർത്താക്കള് ഇരു സഭകളിൽ നിന്നുള്ള സഭാ ശുശ്രൂഷകന്മാര് സഭാ പ്രതിനിധികൾ റെപ്രസെന്റേറ്റീവ് ഈ പറയപ്പെട്ടവര് മുന്നോട്ട് കടന്നു വന്ന് വിവാഹ നിശ്ചയരേഖയിൽ ഒപ്പ് വെക്കേണ്ടതാണ്. അതിനുശേഷമായിട്ട് ഇത് പരസ്യമായി വായിച്ച് ഇത് കൈമാറുന്നതായിരിക്കും. ഈ സമയത്ത് കൊയർ പാട്ട് തുടരുന്നതും ഞാൻ ഈ പറയപ്പെട്ടതായിട്ടുള്ള പ്രിയപ്പെട്ടവര് മുന്നോട്ട് കടന്നു വന്ന് ഈ വിവാഹ നിശ്ചയരേഖയിൽ ഒപ്പുവെക്കേണ്ടതാണ്. भरोसा मेरा तू ही सहारा है मेरा
विश्वास योग्यता देखूंगा मैं उम्र भर मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा से है बचाया तूने जीवन नया है दे दिया नाम लेकर पुकारा मुझे महिमा से मुझको भर दिया ओ करुणा भलाई तेरी सदा रहेगी मुझ पर तेरी विश्वास योग्यता सदा रहेगी मुझ पर मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा आदर और महिमा हो तेरी तू ही हमारा खुदा पूरी हो तेरी मर्जी आए तेरा राज हो यहाँ आदर और महिमा हो तेरी तू ही हमारा खुदा पूरी हो तेरी मर्जी आए तेरा राज हो यहाँ मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा ായിരിക്കും അതിനായിട്ട് സഭയുടെ മുൻ ശുശ്രൂഷ പാസ്റ്റർ വിജോയ് തോമസിനെ ഞാൻ ക്ഷണിക്കുന്നു. രേഖ ഇവിടെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവേഷ്ടമായാൽ ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ചേപ്പാട് വില്ലേജിൽ മുണ്ടക്കൽ വീട്ടിൽ പാസ്റ്റർ ജോസഫ് ജോണിൻ്റെയും മറിയാമ്മ ജോസഫിൻ്റെയും മകനും IPC എബനേസർ തലയോലപ്പറമ്പ് സഭാംഗവുമായ ജിൻസൺ ജോസഫും പത്തനംതിട്ട ജില്ലയിൽ മുല്ലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്ങൽ വില്ലേജിൽ ചെങ്കാറുമല്ല വീട്ടിൽ പിതാവ് ഡേവിഡ് ജോർജ് നിര്യാതയായ ജെസ്സി ഡേവിഡ് ദമ്പതികളുടെ മകളും IPC ഹെബ്രോൻ ചെങ്ങാറുമല്ല സഭാംഗവുമായ ഡെൻസി ഡേവിഡും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് ഡിസംബർ മാസം 10-ാം തീയതി രാവിലെ വൈകുന്നേരം 5 മണിക്ക് IPC എബനേസർ തലയോലപ്പറമ്പ് ദ ലൈറ്റ് ഓഫ് ഹോപ്പ്
മിനിഷൻ ചേപ്പാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. സ്ഥലം ചെങ്ങാറുമല്ല. നിയുക്ത വധുവരന്മാരുടെയും കർത്തുദാസന്മാരുടെയും രക്ഷാർത്താക്കളുടെയും സഭാശുശ്രൂഷകന്മാരുടെയും ഒപ്പ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ അടുത്ത തീരുമാനം നിശ്ചയരേഖയിൽ നമ്മളത് എഴുതി ചേർത്തു. തുടർന്ന് ഈ സമയത്ത് WMAയുടെ സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ KJ മാത്യു മുന്നോട്ട് കടന്നു വന്ന് അനുഗ്രഹത്തിനായിട്ട് ഇവിടെ പരസ്യമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ഇരു ഭവനത്തിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് കടന്നു വരണം. രേഖ ഈ വിവാഹ നിശ്ചയരേഖ കൈമാറുന്നതിനായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ഇവിടെ അത് കൈമാറുന്നതായിരിക്കും. ഇപ്പോൾ പാസ്റ്റർ KJ മാത്യു മുന്നോട്ട് കടന്നു വന്ന് പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. സ്തുതിക്കാമല്ലോ. സ്തുതികളിൽ വസിക്കുന്നവനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, നല്ലതും വിലയേറിയതുമാകുന്ന മനോഹരമേറിയതാകുന്ന ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇരു ഭവനങ്ങളിൽ ഇരു മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ടതാകുന്ന വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ ബന്ധുക്കൾ, ചാർച്ചക്കാർ, ആസ്മാദികളായി കർത്താവിന്റെ വിലയേറിയ ദാസന്മാരായ ഞങ്ങൾക്ക് ഒന്നിച്ചു കടന്നുവന്ന് കർത്താവെ അതിനൊരു നിശ്ചയം, അതിനൊരു ഉറപ്പ് വരുത്തുവാൻ ഇന്ന് പകൽക്കാലം നീ അവിടുന്ന് ഒരുക്കിയതാകുന്നതിന്റെ വലിയ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിവാഹം മാന്യവും അതിന്റെ കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ മാന്യവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം ഇതുവരെയും ഉണ്ടായിരുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഈ സർവീസ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ വലിയ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇരു മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അഭ്യസിപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത ഗുരുഭൂതന്മാർക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ നീ അനുഗ്രഹിക്കണമേ. വാത്സല്യ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. അവരെടുക്കുന്നതാകുന്ന തീരുമാനം ജീവിതത്തിന്റെ അന്ത്യം വരെയും നിലനിർത്തി കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും നമ്മുടെ ജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വയൽക്കാലം ഹല്ലേലൂയ കർത്താവെ, അതിന് ഉറപ്പ് വരുത്തിയതാകുന്ന രേഖ ഇവിടെ പ്രിയപ്പെട്ടവർ കൈമാറുമ്പോൾ സ്വർഗത്തിലെ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടതായി കാണുവാൻ ഇടയാക്കണം എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന യാതന കേട്ടതിനാൽ സ്തോത്രം. എല്ലാറ്റിലും വലിയ ദൈവ സാന്നിധ്യം വിളങ്ങിക്കൊണ്ടിരിക്കുകയാൽ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ ചോദിക്കുന്നത് കൃപയോട് കെട്ടുതരമാകണമേ. മുന്നോട്ട് കടന്നു വരണം. ഇരുഭാഗത്തുനിന്നും കുറി കൈമാറുന്നതിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളവര് മുന്നോട്ട് കടന്നു വരിക. ഈ സമയത്ത് ഇവിടെ വെച്ച് വിവാഹ നിശ്ചയരേഖ കുറി കൈമാറുന്നതായിരിക്കും. അതിനായിട്ട് ചുമതലപ്പെട്ടവരെ ഈ സമയത്ത് ഞാൻ ക്ഷണിക്കുന്നു. എളുപ്പം വന്നോട്ടെ. ബന്ധത്തിൽ നമ്മൾ കടന്നു വന്നു. ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനമെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കൊണ്ടപടിയായി തീർന്നു. കൊയറ് ഒരു പാട്ടിന്റെ ഇരടി പാടിയതിനു ശേഷം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് IPC മല്ലപ്പള്ളി സെന്ററിലെ മുൻ ശുശ്രൂഷകനായിരിക്കുന്നതായിട്ടുള്ള കർത്താവിൽ അനുഗ്രഹിത കർത്തദാസൻ, കൺവെൻഷൻ പ്രസംഗകനും അനുഗ്രഹിത കർത്തദാസനുമായിരിക്കുന്ന പാസ്റ്റർ മാത്യു ലാസറാണ്. ഒരു കൊയറ് ഒരു പാട്ടിന്റെ ഇരടി പാടിയതിനു ശേഷം അദ്ദേഹം ഒരു ഷോർട്ട് മെസ്സേജ് ഇവിടെ നൽകുന്നതായിരിക്കും. സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയാൽ ആശ്ചര്യം ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ പലർക്കും യാദൃശ്ചികമായിരിക്കാം. എന്നാൽ ഇന്നത്തെ ദിവസം സ്വർഗത്തിലെ പിതാവ് കണ്ടിരിക്കുകയാണ്. നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. സകലത്തിലും ഉന്നതനായ യഹോവ, സകലത്തിലും ഉന്നതനായ നമ്മുടെ കർത്താവ്, രാജാധിരാജൻ ഇത് നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ നമ്മുടെ അതരങ്ങളെ ചലിച്ച് അവന്റെ നാമത്തെ ഉയർത്താം. ഹല്ലേലൂയ. We thank you, Father, യേശുവേ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ.
സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ പരിശുദ്ധൻ മഹോന്നതദേവൻ യേശു പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ ചേർന്ന് പാടാം അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നതദേവൻ നീതിയും സൂര്യൻ രാജാതിരാജനാം മശിഹാവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നതദേവൻ നീതിയും സൂര്യൻ രാജാതിരാജനാം എല്ലാ കരങ്ങളും ഉയർത്തി യേശുവിന്റെ വിശ്വസ്തതയോർക്കാമേ ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ ശബ്ദം ഉയർത്തി നന്ദി അവേ ദൈവമേ നന്ദി എന്നെ ശുഭരാ ഓ നന്ദി നന്ദി ദൈവമേ നന്ദി എന്നെ ശുഭരാ ഹല്ലേലൂയ ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്താം ഹല്ലേലൂയ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം ഹല്ലേലൂയ അവൻ തലമുറയോടെ വിശ്വസ്തയോടെ ഹല്ലേലൂയ കാത്ത വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങി പോകാതെ അവന്റെ ചിറകിന്റെ മറവിൽ അവന്റെ കണ്ണിൻ മണി പോലെ സംരക്ഷിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം ഹല്ലേലൂയ അവൻ അവന്റെ സ്നേഹം അനുഭവിച്ചവർ വിശ്വസ്തത അനുഭവിച്ചവർ അവരങ്ങളെ തുറന്ന് അവസാനമായി പാടാമേ നന്ദി നന്ദി ദൈവമേ നന്ദി എന്നെ ശുഭരാ നന്ദിയുടെ സ്വരം ഉയരട്ടെ നന്ദി നന്ദി
നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. അതുപോലെ അല്പസമയം ദൈവന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൽ അനുഗ്രഹീത കർത്തദാസൻ പാസ്റ്റർ മാത്യു ലാസർ, അദ്ദേഹം മലപ്പള്ളി സെൻട്രലിലെ ദീർഘകാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു ബഹുമാന്യ കർത്തദാസനാണ്. അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിനെ സാക്ഷിക്കുന്നു. അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗകനാണ്. എൻ്റെ വാക്കുകളോട് ചുരുക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ലാസർ. രക്തരഹിത സുവിശേഷ വിപ്ലവത്തിന്റെ മുന്നണി പോരാളികളായ കർത്തദാസന്മാർ ഇന്ന് ഈ വിഭാഗ നിശ്ചയ വേദിയിൽ ആയിരിക്കുന്ന വത്സല്യ കുഞ്ഞുങ്ങൾ ജെൻസൺ, അവരുടെ മാതാപിതാക്കൾ ബ്രദർ ഡേവിഡ്, തൻ്റെ മൂത്ത മകൾ ഡേസി, ഫാമിലി. അതിലുപരി എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത് വത്സല്യ അമ്മാവ ഇവിടെ ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 86 വീണ്ടും 93 രണ്ട് കാലഘട്ടങ്ങളായി ചെങ്ങാറമല ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകരായി ഞാനും എൻ്റെ കുടുംബവും അവിടെ എത്തി. ഇന്ന് ഈ വിഭാഗ നിശ്ചയത്തിൽ സാക്ഷികളായി തീരുവാൻ എൻ്റെ സഹധർമ്മിണിയുണ്ട്, എൻ്റെ ഇളയ മോൻ എബി മാത്യു ഉണ്ട്. ഞാൻ കുടുംബമായി വന്ന് ചേരുവാൻ ദൈവം സഹായിച്ചു. ജെൻസന്റെ പിതാവ് ഞാൻ മുഖതാവിൽ കണ്ടതായി ഓർക്കുന്നില്ല. അദ്ദേഹം ദീർഘവർഷങ്ങൾ ആന്ധ്രയുടെ വിവിധ ഇടങ്ങളിൽ കർത്തൃവേല ചെയ്തു. അപ്രിയ ആൻറ്റി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഈ ഇരു കുടുംബങ്ങളും ആത്മീയ പശ്ചാത്തലമുള്ള, ഉറപ്പുള്ള ആത്മീയ പശ്ചാത്തലമുള്ള കുടുംബം. ഞാൻ ഇന്നലെയാണ് ഡൽഹിയിൽ നിന്നും വന്നത്. അമ്മച്ചിയുടെ ഇളയ മകൻ കുടുംബമായി അവിടെ പാർക്കുന്നു. പാസ്റ്റർ വിൽസൺ കുടുംബമായി തൻ്റെ സഹധർമ്മിണി മോളും കുടുംബവും ഒക്കെ. ഞാൻ അവിടെ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. പാസ്റ്റർ വിൽസൺ ജോർജ് അവിടെ ഒരു സ്കൂൾ നടത്തുമ്പോൾ തന്നെ നന്നായി കർത്തൃവേലയിൽ 2 ചർച്ചുകൾ അദ്ദേഹം ശുശ്രൂഷിക്കുവാൻ ഇന്ന് ദൈവമിടയാക്കുന്നു. മാമ സുഖമില്ലെന്ന് കേട്ടു, പ്രാർത്ഥിപ്പാനിടയായി. വലിയ ആരോഗ്യത്തോടെ ഈ ഫംഗ്ഷൻ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. കർത്തൃദാസന്മാരായ ശ്രേഷ്ഠന്മാരായ യുവദാസന്മാർ ഇന്ന് അധ്യക്ഷവേദി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ ഈ സെന്ററിന് ഏറ്റവും അധികം സ്ഥാനങ്ങളിൽ ഇരുന്ന് ശുശ്രൂഷിക്കുകയും ഇന്ന് ചെങ്ങാറമല സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു പാസ്റ്റർ എബ്രഹാം ഫിലിപ്പ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PC തമ്പി. ഞാൻ മല്ലപ്പള്ളി വരുന്ന കാലത്ത് ഞാൻ പഠിച്ച ശേഷം പാസ്റ്റർ ജോർജ് ജോസിൻ്റെ കൂടെ, പ്രിയപ്പച്ചൻ്റെ കൂടെ ആയിരുന്ന കാലത്താണ് അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിക്കുവാനായി എത്തിയത്. ദീർഘവർഷമായി ഈ സെന്ററിന് ഭാരവാഹിത്വം വഹിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഏറ്റവും അധികം ജോണിക്കുട്ടി പാസ്റ്ററിൻ്റെ ആ കുടുംബം, പ്രിയ അമ്മച്ചിയൊക്കെ ഞാൻ 81 മുതൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള അദ്ദേഹം ഈ സെന്ററിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ജോസൂട്ടി എന്നാണ് വിളിക്കുന്നത്, പാസ്റ്റർ ജോസൂട്ടി. എൻ്റെ മകൻ ഒരുമിച്ച് മല്ലപ്പള്ളിയിൽ പഠിച്ചത്. സ്തോത്രം. അതുപോലെ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ ഈ വേദിയിൽ എടുത്തു പറയേണ്ടവർ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാസ്റ്റർ PK തോമസിൻ്റെ മകൻ ഷൈജു തോമസ്. അദ്ദേഹം വരൻ്റെ സഭയുടെ പാസ്റ്ററാണ്. പാസ്റ്റർ ചെറുപ്പത്തിൽ കണ്ടത് ഞാൻ കണ്ടു മറന്നുപോയി. അല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുത്തപ്പോഴാണ് എനിക്ക് ആ മുഖം ഓർമ്മ വന്നത്. അതുപോലെ മറ്റ് എല്ലാ ദൈവദാസന്മാർ, നിങ്ങളുടെ എല്ലാം പേരെടുത്ത് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഏറ്റവും പഴയകാല സുഹൃത്താണ് മാത്യു പാസ്റ്റർ. അദ്ദേഹത്തെ എനിക്ക്
മറക്കാനൊക്കെയില്ല. WMD സെന്ററിന്റെ പാസ്റ്ററായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ന് അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് തന്നപ്പോൾ ഓഡിയൻസിനോട് ദയവായി വളരെ വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ശബ്ദം ഒന്ന് കുറയ്ക്കണേ. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. ഇതിന് നിങ്ങളും സാക്ഷികളാണ്. പരിശുദ്ധ ദൈവത്തിന്റെ ഓമനക്കുമാരൻ വാനദൂത ഗണത്തോടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവസഭ ഇവിടെയുണ്ട്. ശ്രേഷ്ഠന്മാരെ കത്തുദാസന്മാരുടെ ഉണ്ട്. നിങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നത് ഏറ്റവും ഈ ഫംഗ്ഷന് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് അഡ്വാൻസായി ഞാൻ ഓർപ്പിക്കുന്നു. 44 കൊല്ലമായി ഈ പെട്ടകം ചുമപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ തലമുറയും ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ശുശ്രൂഷകരായി തീരുവാൻ ദൈവം ഇടയാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഉറപ്പിച്ചെൻ്റെ സഹോദരമണി ഇവിടെ വന്നിട്ടുണ്ട്. തെല്ലുനേരം എന്നെ പരമേൽപ്പിച്ച ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഇത് വിവാഹ നിശ്ചയം. ഉടമ്പടി എന്നൊരു പദപ്രയോഗമാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. ബറീത്ത് എന്ന എബ്രായ പദത്തിൽ നിന്നുമാണ് ഉടമ്പടി എന്ന പദം ഉണ്ടായത്. ആദ്യമായി നാം ഒന്നിന് ഉടമ്പടി കാണുന്നത് ഉൽപ്പത്തി 15-ാം അധ്യായത്തിലാണ്. അബ്രഹാം യഹോവയ്ക്ക് ഒരു യാഗം കൊണ്ടുവരുന്നു. കാളയെ 2ആയി പിളർന്നു. ആ പിളർപ്പിന്റെ നടുവിലൂടെ ഈ 2 വ്യക്തികൾ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ആ രക്തത്തിൽ ചവിട്ടിക്കൊണ്ട് എടുക്കുന്ന തീരുമാനത്തെയാണ് ബറീത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത്. ഈ വിവാഹ നിശ്ചയത്തോട് ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഒരു വാക്യശകലം ഞാൻ ഓർപ്പിക്കാം. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ്: ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇത് കല്യാണമല്ല, വിവാഹ നിശ്ചയമാണ്. അപ്പോസ്തലൻ പൗലോസ് ആ പദം ഉപയോഗിച്ചു, വിവാഹ നിശ്ചയം. യഹൂദന്റെ വിവാഹം, അതിനോടുള്ള ബന്ധത്തിലാണ് ഈ പഴയ നിയമത്തിലെ പല സംഭവങ്ങളും കഥകളും. പൗലോസ് അതേ ഒരു പദപ്രയോഗം എടുത്തുകൊണ്ടാണ് ഈ കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുന്നത്. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഒരു യഹൂദ യുവാവിന്റെ വിവാഹ നിശ്ചയം? അത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിലേക്ക് ഓടിയെത്താം. ഒരു യഹൂദ യുവാവിന്റെ വിവാഹവും നിശ്ചയവും ഇങ്ങനെ: ഒരു യഹൂദ യുവാവിന് വിവാഹത്തിന് സമയമാകുമ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടത്തോടെ, അഭിപ്രായത്തോടെ, കൽപ്പനയോടെ നിശ്ചയിക്കപ്പെട്ട യുവതിയുടെ വീട്ടിലേക്ക് കടന്നു പോകണം. അത് വെറും കൈയോടെ പോകില്ല. വിശേഷ വിധിയായ നിധിയോ പണക്കിഴിയോ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അതാണ് ആ കുടുംബത്തിന്റെ ധനശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നത്. അവിടെ ചെന്ന് ആദ്യം ഈ പെൺകുട്ടിയുടെ പിതാവിനെ കാണണം. പിതാവിന് ഇഷ്ടപ്പെടണം. പിതാവിനെ കണ്ട് അവർ തമ്മിൽ കിടക്കണ്ണാൽ കണ്ടു കഴിയുമ്പോൾ യുവാവ് താൻ കൊണ്ടുചെന്ന ആ വിശേഷ വിധിയായ നിധി അല്ല പണക്കിഴി ഈ അപ്പന്റെ കാൽക്കൽ അർപ്പണം ചെയ്യും. അതിനുശേഷം ചെറുക്കന്റെ സൗന്ദര്യം, ശാരീരിക പെരുമാറ്റം മനസ്സിലാക്കിയ ആ പിതാവ് 2-ാം ഭാഗമാണ് പെണ്ണുകാണൽ. നമ്മുടെ ഇടയിലും പെണ്ണുകാണലുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് അധികം കിടക്കുന്നില്ല. അദ്ദേഹം വിളിച്ചു പറയും, മകളെ ഇറങ്ങി വരൂ. അപ്പന്റെ ആജ്ഞ കേട്ട മകൾ ഒരുങ്ങി അന്തഃപുരത്തിലുണ്ട്. കയ്യിൽ നിറച്ചെടുത്ത ഒരു പാനപാത്രം, നിറച്ചെടുത്ത ഒരു ചഷകം, മുന്തിരിച്ചാറ് നിറച്ചെടുത്തൊരു പാത്രം, അതുമായിട്ടാണ് വരുന്നത്. ആ പാത്രം നിറഞ്ഞിരിക്കും, നിർബന്ധമാണ്. ആ പാത്രത്തിൽ ആ നിറവ് അവിടെ പൂർണ്ണ മനസ്സിനെയാണ് വെളിപ്പെടുത്തുന്നത്. യുവാവ് യുവതിയുമായി കണ്ടു കഴിയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പാത്രം 2 കരങ്ങൾ നീട്ടി
യുവാവിന്റെ നേർക്ക് വെച്ച് നീട്ടും. യുവാവ് യുവതി ഇഷ്ടപ്പെട്ടാൽ 2 കരങ്ങൾ നീട്ടിയ പാത്രം വാങ്ങണം, കുടിക്കണം, യുവതിയുടെ മുൻപിൽ വെച്ച് കുടിക്കണം. അല്പം പോലും ശേഷിക്കാൻ പാടില്ല. അതിനർത്ഥം എനിക്ക് അമ്മാത്രം ഇഷ്ടപ്പെട്ടു. യുവതി കൊടുത്ത പാനപാത്രം കുടിച്ചു കഴിയുമ്പോൾ യുവതി യുവാവിന്റെ മുൻപിൽ വെച്ച് റൂമാൽ ശിരസിൽ ഇടും, തലമുടും. റൂമാൽ കൊണ്ട് തലമുടും. അതിന്റെ അർത്ഥം ഞാൻ ഇന്നു മുതൽ അങ്ങയുടേതാണ്, അങ്ങയുടേത് മാത്രം, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ വേർപെട്ടിരിക്കുന്നു. ഇതാണ് വിവാഹ നിശ്ചയത്തിന്റെ പദ്ധതി. അവിടെ വെച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞു. അതിനുശേഷം യുവതി അകത്തെ കടന്ന് ഒരു നല്ല വിളക്ക്, ഒരു പുതിയ വിളക്കെടുക്കും, വിളക്കിന് തിരിയിടും, എന്നിട്ട് പാത്രത്തിൽ എണ്ണ ശേഖരിക്കും, പുത്തൻ പുടവ കല്യാണ ദിവസത്തേക്ക് ഒരുക്കി വെക്കും. ആ വിളക്കിന് അടുത്താണ് അവൾ പിന്നെ ഉറങ്ങുന്നത്. ഈ ചടങ്ങിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം യുവതി തന്നെ എന്നും ഓർത്തിരിപ്പാൻ ദ്രഹ്മ കൊടുക്കാറുണ്ട്. ദ്രഹ്മ കാര്യങ്ങൾ ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ യുവാവ് ആ മുറ്റത്ത് നിന്ന് യുവതിയുടെ നേർക്ക് വിളിച്ചു പറയും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് വസ്തുത എൻ്റെ അപ്പനെ ഗ്രഹിപ്പിക്കും. ഞാൻ നിനക്കൊരു വീട് പണിയും. വീട് പണി തീർന്നാൽ വീണ്ടും വന്ന് ചേർത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് അപ്പനെ വസ്തുത ഗ്രഹിപ്പിച്ച് അപ്പൻ വസ്തുവിന്റെ ഒരു ഭാഗം മകന് വേണ്ടി വേർതിരിക്കും. അവരുടെ ധനശേഷി അനുസരിച്ചോ വലുതോ ചെറുതോ വീട് പണി തീർന്നാൽ അപ്പ പണി തീർന്നു, എന്റെ കല്യാണം നോ, അപ്പനാണ് പണി തീർന്നോ നോക്കുന്നത്. പണി തീർന്നു കഴിയുമ്പോൾ മകനോട് പറയും, മകനെ നീ പോയി നിന്റെ കന്യകയെ കൂട്ടിക്കൊണ്ട് വരൂ. യഹൂദന്റെ വിവാഹം രാത്രിയില. മണവാൾ ഒരുങ്ങി ചമഞ്ഞ് ഒരു കുതിരപ്പുറത്ത് അല്ലക്കാൽ നടയായോ, ബാൻഡു മേളങ്ങൾ, തകില് മേളങ്ങൾ, സകലവിധ കാഹളത്തോടു കൂടെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, കൂട്ടായ്മക്കാർ എല്ലാവരും ചേർന്ന് ആ യുവതിയുടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. പട്ടണത്തിലേക്ക് ഒരിക്കലും അറിയിച്ചുകൊണ്ട് ചെല്ലുകയില്ല. ആ ഗ്രാമം അടുക്കുമ്പോൾ, പട്ടണം അടുക്കുമ്പോൾ ആരോഗ്യമുള്ള ശബ്ദമുള്ള ഒരു യുവാവ് വിളിച്ചു പറയും, മണവാളൻ വരുന്നേ. അതിന് ആർപ്പുവിളി എന്ന് പറഞ്ഞ ആർപ്പുവിളി. ആർപ്പുവിളി കേൾക്കുമ്പോൾ ആ വിളക്കിനടുത്ത് വിവാഹ നിശ്ചയം ചെയ്ത ദിവസം മുതൽ അടുത്ത് കിടന്ന യുവതിയല്ലേ ആർപ്പുവിളി കേട്ട് ഞെട്ടിയിട്ട് നിൽക്കും. പെട്ടെന്ന് അവൾ വിളക്ക് കത്തിക്കും. ആ പുതിയ വെളിച്ചത്തിൽ അവൾ പുത്തൻ പുടവ ഉടുക്കും, തലയിൽ റൂമാലിട്ട് കയ്യിൽ കത്തുന്ന വിളക്കുമായി വീട്ടുകാരോട് ഒരുമിച്ച് പട്ടണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. യുവാവ് ഇതാ അദ്ദേഹത്തിന്റെ സന്നാഹത്തോടെ വന്നിരിക്കുന്നു. പട്ടണത്തിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ വെച്ച് അവിടെ അവർ വിവാഹം നടക്കും. എന്നിട്ട് യുവതിയുടെ വീട്ടിലും യുവാവിന്റെ വീട്ടിലും അവർ മാറി മാറി പാർക്കുന്നു. അവർക്ക് വേണ്ടി പണിയെടുപ്പിച്ച ആ വീടായിരിക്കും അവരുടെ നിത്യ ഭവനമായി മാറുന്നത്. ഞാൻ ഓർപ്പിച്ചത് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ വിവാഹം കഴിപ്പാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്ങനെ? നിർമ്മല കന്യകയായി. വാസ്തവത്തിൽ ഇരമ്യ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഏറ്റവും വലിയ സ്നേഹമേതാണ് വിവാഹം കഴിഞ്ഞല്ല, പിന്നെ ഇന്നു മുതൽ കുഞ്ഞുങ്ങളെ അത് ഏറ്റവും വലിയ നിർമ്മലമായ സ്നേഹം. കാരണം വിവാഹ ദിനം വരെ അതെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരുടെ കുലക്കളത്തിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവനെ തന്ന് ആ രക്തത്തിൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് തന്റെ കാന്തയായി തീർത്ത ശേഷം ഇന്നവൻ പാരിലും നാം ഇന്ന് പരത്തിലുമാ. പ്രേമത്തിന്റെ ഇളവീഞ്ഞ് തമ്മിൽ പകർന്ന പ്രാണപ്രിയൻ ഇതാ നോക്കിയിരിക്കുന്നു. ഏറെ താമസമെന്ന നമ്മുടെ കർത്താവ് വരും. അതിന് അബ്രഹാമിന്റെ കാലത്ത് കാളയെ പിളർന്നതിന്റെ പിളർപ്പിലൂടെ കടന്നുപോയി ഒരു ഉടമ്പടി ചെയ്ത പോലെ കാൽവറി കുലക്കളത്തിൽ നാം കർത്താവുമായി ഉടമ്പടി ചെയ്തു. കർത്താവായി, രക്ഷിതാവായി, പാപത്തിന് പരിഹാരിയായി യേശുവിനെ ഏറ്റെടുത്തവർക്ക് മാത്രമേ അവന്റെ കാന്തയായി തീരുവാൻ കഴിയുള്ളൂ. കാലാകാലങ്ങളിൽ കുഞ്ഞുങ്ങൾ ആ കർത്താവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് അവർ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് അവന്റെ കാന്തയായി തീർന്ന കുഞ്ഞുങ്ങളാണെന്ന് ഇവിടെ ഇരിക്കുന്ന യുവസഭയും നമ്മുടെ എല്ലാം പ്രതീക്ഷ നമ്മുടെ കർത്താവ് വരും. ഇന്ന് വരെ
ഈ സ്വർഗീയ പ്രത്യാശയിലേക്ക്, ഈ സന്തോഷത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ആ കാൽവറി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ക്രിസ്തുവിനെ നിങ്ങൾ ഏറ്റെടുത്താൽ, അവന്റെ വിരൂപരൂപം കാൽവറി രൂപം നിങ്ങൾ ഏറ്റെടുത്താൽ അവന്റെ കാന്തയായി തീരാം. ഒരു ചെറുകഥ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടാം. ഇതാ യൂറോപ്പിലാണ് സംഭവം. ഒരു യുവാവ് സുന്ദരനും വളരെ സുശീലനുമാണ്. ഒരു വീട്ടിൽ ചെന്ന് പെണ്ണ് കണ്ടു. ഇരട്ടകളായിരുന്നു, ചേട്ടത്തി അനിതിയാണെങ്കിലും ഇരട്ടകളാ പെണ്ണുങ്ങൾ രണ്ടുപേരും, പിള്ളേർ രണ്ടുപേരും. ആ ചെറുപ്പക്കാരനെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. മൂത്തവള് പറഞ്ഞു എനിക്ക് വേണം, ഇളയവള് പറഞ്ഞു എനിക്ക് വേണം. വഴക്കായി, പ്രശ്നമായി. ആ ചെറുക്കനെ ഉപേക്ഷിക്കുവാൻ വീട്ടുകാർക്കും ഇഷ്ടമില്ല. ചെറുക്കൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം, ഒരു കുഴപ്പമില്ല. വിവാഹവേദി ഒരുങ്ങി, നാട്ടുകാർ വീട്ടുകാരൊക്കെ വന്നു. നല്ലൊരു സദസ്സ് എല്ലാം ഉണ്ട്. മണവാളിനെ കാത്തിരുന്നിട്ട് മണവാളൻ വരുന്നില്ല. രണ്ടു സഹോദരിമാരും നന്നായി ഒരുങ്ങി നിൽക്കുക. രണ്ടുപേരുടെ കണ്ണുകൾ വഴിക്കണ്ണുകളായി ദൂരമേ നോക്കി നിൽക്കുക. ചെറുക്കം വരുന്നില്ല. വിവാഹവേദി അലങ്കോലപ്പെടുന്ന രംഗമായി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വാഹനം വന്നിരുന്നു. ആ വാഹനത്തിൽ ഇതാ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് ആളുകൾ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. ഞെട്ടിപ്പോയി രണ്ടു സഹോദരിമാരും ആ വിരുന്നിന് വന്നവരും. ദേഹമെല്ലാം വലിയ വടുക്കൾ, കുഷ്ഠരോഗബാധിതനായി ആകപ്പാട് വികൃതനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് വരിക. കണ്ട മാത്രയിൽ അനിയത്തി പറഞ്ഞു എനിക്ക് വരെ വേണ്ട, എനിക്ക് വരെ വേണ്ട. ഞാൻ ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സംതരിപ്പിതല്ലായിരുന്നു കേട്ടോ. അവൾ ഒഴിഞ്ഞു മാറി. ചേട്ടത്തോട് പറഞ്ഞു വേണേ നിനക്കെടുത്തോ, നീ എടുത്തോളാം. ചെറുപ്പക്കാരൻ ആ വേദിയിൽ നിൽക്കുമ്പോൾ ആളുകൾ ആ മനുഷ്യന്റെ മുഖത്തോട്ട് പോലും നോക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഒരു യുവാവിനെയാണോ ഈ വേദിയിൽ കാണേണ്ടത്? യുവതി പറഞ്ഞൊരു പദമുണ്ട്, ജ്യേഷ്ഠത്തി. പിതാവ് പറഞ്ഞു പപ്പ, ഞാൻ ഈ മനുഷ്യനെ കല്യാണം കഴിച്ച ശേഷം ഇതേ ഒരു കുഷ്ഠരോഗിയായി പോയാൽ അന്ത്യം വരെ ഞാൻ നോക്കാൻ കടപ്പെട്ടവളാണ്. അതുകൊണ്ട് എന്തായാലും ഈ വിവാഹത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് അങ്ങേ മാത്രം മതി. എല്ലാവരും കൈയടിച്ചു. കാരണം ഒരു കുഷ്ഠരോഗിയെ, ആരോഗ്യവതിയ സുന്ദരിയായ ഒരു സ്ത്രീ കല്യാണം കഴിക്കാൻ അനിയത്തി മാറി. എല്ലാവരുടെ സമ്മതത്തോടെ പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ് തരണം, ഞാൻ ഇപ്പോൾ വരാം. അതേ വേദിക്ക് പുറകിലേക്ക് മാറി. പെട്ടെന്ന് ഈ വെച്ചുകെട്ടെല്ലാം എടുത്ത് കളഞ്ഞ ശേഷം നല്ല പാന്റും ഷർട്ടും നല്ല വസ്ത്രം ധരിച്ച് കൊട്ടും ധരിച്ച് അദ്ദേഹം വേദിയിലേക്ക് വന്നു. ഞെട്ടിപ്പോയി ജനം. അതെ, മറ്റൊരു വെച്ചുകെട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്റെ വിരൂപരൂപം ഏറ്റെടുക്കാൻ ആര് തയ്യാറായോ അവളായിരിക്കും എന്റെ കന്യക. അതേ കാൽവറിയിലേക്ക് നോക്കി മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം ഒരു പച്ച പൈൻ മരക്കുരിശിൽ പട്ടാപ്പകൽ എനിക്കും നിനക്കും വേണ്ടി ക്രൂശുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവേ അങ്ങന്റെ ദൈവമാണെന്നും എന്റെ പാപത്തിന് പരിഹാരിയാണെന്നും ഏറ്റെടുത്തവർക്ക് നാളെ അവൻ മണവാളനാ. അങ്ങനെ ഏറ്റെടുത്ത വിശ്വാസികൾ ധാരാളമുണ്ട്. നമുക്ക് ആ കരം ഉയർത്തി മറ്റുള്ള കാണുക, ദൈവത്തോട് സ്തുതിക്കുക. ഹല്ലേലൂയ. ആ കൽവറി കുലക്കളത്തിൽ വന്ദിപുത്രനെ നിന്ദ്യമരത്തിൽ ഏൽപ്പിച്ചു കളഞ്ഞ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ദൈവമക്കളെ, തന്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ദൈവം എന്നെ സ്നേഹിച്ചു എന്നിന്ന് ഈ വേദിയിൽ ആരെങ്കിലും തീരുമാനിക്കുന്നുവെങ്കിൽ ഇതുപോലെ വിവാഹ നിശ്ചയം ഇന്ന് ചെയ്യുന്നു. നാളെ എന്ന പോലെ സ്വർഗീയ രാജാവ് വരാറായി. അവന്റെ വരവിന്റെ കാലച്ച കേൾക്കുന്നു കേട്ടോ. എത്യോപ്യയിൽ അഗ്നിപർവ്വത പൊട്ടിയത് കേട്ടോ. 10000 വർഷം ഭൂമിക്കടിയിൽ സൂക്ഷിക്കപ്പെട്ട സകല വസ്തുക്കളും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. ലോകം മുഴുവൻ പുകപടലം. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. വിൽസൺ ജോർജ് മാസ്റ്റർ വീട്ടിൽ നിന്നാണ് ലാസ്റ്റിൽ വരുന്നത്. സ്തോത്രം. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് വാർത്ത കേട്ടത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആ പുകപടലം ഡൽഹിയെ ത്രസിക്കാൻ പോവുക, രാജസ്ഥാനെ ത്രസിക്കാൻ പോവുക, ഇന്ത്യയിൽ വ്യാപിക്കാൻ പോവുക. മാരക രോഗങ്ങൾ, ഭീകര
ഭീകരമായ അന്തരീക്ഷങ്ങൾ. എന്താ ഞാൻ പറഞ്ഞത്? എന്റെ കർത്താവിന്റെ വരവെടുത്തു. ഹല്ലേലൂയ. ശാപവും ഭൂകമ്പവും അവിടെ സംഭവിക്കുന്നു. യേശു പോയിട്ട് 2000 വർഷമൊന്നും ആയില്ല കേട്ടോ. അത് ഈ സൂര്യന്റെ കീഴിലായി 2000 വർഷം. സൂര്യന്റെ മുകളിൽ വർഷമില്ല, ദൈവത്തിന് വർഷമുണ്ട്. അത് ഞാൻ പറഞ്ഞതിന്റെ വാക്ക് നിർത്താം. നമ്മുടെ 1000 സംവത്സരങ്ങൾ ദൈവത്തിന്റെ ഒറ്റ ദിവസമാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് പോയിട്ട് 2 ദിവസമേ ആയുള്ളൂ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വേഗം വരും. ആ വരവിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്യെ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഒരു വാക്ക് ഞാൻ പറയട്ടെ. വിവാഹ ശുശ്രൂഷ സമയം ഞാൻ ഇവിടെ ഇല്ല. ഞാൻ കൺവെൻഷന് വേണ്ടി കടന്നു പോകുക. നാളെ ഞാൻ നാസിക്കിന് പോകും. എനിക്ക് വന്നു ചേരാൻ കഴിയുന്നില്ല. അഡ്വാൻസായി ഒരാശംസ അറിയിക്കാം. ദൈവം നിങ്ങളെ സകലത്തും അനുഗ്രഹിക്കട്ടെ. സമ്പൽ സമൃദ്ധിയോടെ ആയുസ് ആരോഗ്യത്തോടെ സകല സമ്പത്തിൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജോസഫിനെ അനുഗ്രഹിച്ചൊരു പദം ഓർക്കുന്നു. ആകാശത്തിൽ വിശിഷ്ട മഞ്ഞുകൊണ്ടും താഴെ അഗാധത്തിൽ കിടക്കുന്ന ജലം കൊണ്ടും പ്രതിമാസത്തിൽ ഉളവാകുന്ന സകലവിധ ഫലം കൊണ്ടും മുൾപ്പടത്തിൽ വസിച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമ്പൽ സമൃദ്ധിയും ആയുസ് ആരോഗ്യം സുഖ അനുഗ്രഹങ്ങളും നൽകി സന്തതികളെ കണ്ട് സന്തോഷം പ്രാപിപ്പാൻ ദൈവടയാക്കട്ടെ എന്ന ആശംസയോടെ എന്റെ വാക്ക് നിർത്തുമ്പോൾ സമയാനുവദിച്ച് കർത്തൃദാസന്മാർക്ക് പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. എന്റെ ഈ വാക്കുകൾക്ക് അവസാന ബിന്ദു ഇടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദിവ്യാലോചനകള് കർത്താവിൻദാസൻ പാസ്റ്റർ മാത്യു ഉല്ലാസങ്ങളോടെ കേൾക്കുവാൻ കഴിഞ്ഞു. കേൾക്കപ്പെട്ട ആലോചന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരട്ടെ. ചുരുക്കം ചില പ്രിയപ്പെട്ടവർക്ക് ആശംസയായിട്ട് ചില വാക്കുകൾ മാത്രം പറയാനായിട്ട് ഉള്ള സമയം വേർതിരിക്കുകയാണ്. നമ്മൾ 11 മുതൽ 12:30 വരെയുള്ള സമയമാണ് ഈ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ക്രമീകരിച്ചിരുന്നത്. ഒരു 15 മിനിറ്റ് താമസിച്ചാണ് ആരംഭിച്ചത്. ആ നിലയിൽ 12:30 തീരേണ്ടത് 12:45 അവസാനിപ്പിക്കും. ആ നിലയിൽ വാക്കുകൾ ആശംസകൾ ക്രമീകരിക്കണം. ആശംസയ്ക്ക് ശേഷമായിട്ട് വോട്ടർ താങ്ക്സും അനന്തരമായിട്ട് ക്ലോസിംഗ് പ്രയറോടുകൂടി ഈ വിവാഹ നിശ്ചയം ഇവിടെ സമാപിക്കുന്നതായിരിക്കും. ആശംസയ്ക്കായിട്ട് ചില പ്രിയപ്പെട്ടവരുടെ പേര് പറയുന്നു. മലപ്പള്ളി സെന്ററിന്റെ സെക്രട്ടറി പാസ്റ്റർ ജോൺ വർഗീസ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന കർത്തദാസൻ പാസ്റ്റർ ബിജു ജോണ്, പ്രിയ മകള് ജോലി ചെയ്യുന്ന ബൈബിൾ കോളേജിലെ വേദാധ്യാപിക സിസ്റ്റർ ഐഡ അലക്സ്, പ്രിയ മകൻ ജിൻസനുമായി ബന്ധപ്പെട്ട് സഭയുടെ വൈസ് പ്രസിഡന്റ് ബ്രദർ ജോയി ജോസഫ്. പ്രിയപ്പെട്ടവർ, ചുരുക്കം വാക്യങ്ങളിൽ ആശംസ അറിയിക്കും. അതിനായിട്ട് ഈ സമയത്തെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ എൻഗേജ്മെന്റ് സെറമണിയുടെ അധ്യക്ഷൻ പാസ്റ്റർ ഫിലിപ്പ് അവരുകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ മലപ്പള്ളി ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PC തമ്പി അവരുകൾ, എൻ്റെ മാതാപിതാക്കളെ ഏറെ സ്നേഹിച്ച ബഹുമാനപ്പെട്ട മാത്യു ഉല്ലാസ് അവരുകൾ കുടുംബം, പ്രിയമകൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന എൻ്റെ സ്നേഹിതൻ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജു പാസ്റ്റർ, മറ്റേ വേദിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദേവദാസന്മാർക്കും, ഈ കുഞ്ഞുങ്ങളെ വിവാഹ നിശ്ചയത്തിലേക്ക് കടന്നു വന്ന എല്ലാ മാന്യ സഹോദരി സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ വേഗത്തിൽ ഇരുന്നുകൊള്ളാം. ഏതാണ്ട് 14 വയസ്സുള്ളപ്പോൾ ഒരു ബാലകനായി എൻ്റെ മാതാപിതാക്കളോടൊപ്പം അന്ന് എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച ചെങ്ങാറമല സഭയിൽ ചെല്ലുവാൻ്റെ കൊണ്ടും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അവിടുത്തെ ചെങ്ങാറമലയിലുള്ള ദാവീദപ്പച്ചൻ്റെ 4ാം തലമുറക്കാരത്തിയാണ് പ്രിയ ഡെൻസി മോൾ, അഥവാ ഡാലിയ എന്ന് ഞാൻ വിളിക്കുന്ന പ്രിയ കുഞ്ഞെ. ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ സഭയുടെ പാസ്റ്ററായി പറഞ്ഞ കർത്താവ് എന്നെയും സഹായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ദാവീദ് അപ്പച്ചൻ മുതൽ അവരുടെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ദൈവദാസന്മാരെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. അതിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദാവീദ് അപ്പച്ചൻ്റെ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഞാൻ ചിന്തിക്കുന്നു, പ്രിയ ജോണിച്ചായ.
ബേബിച്ചായത്തിൽ പ്രവേശിച്ചു. പ്രിയമാമ ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് 14 വയസ്സുള്ളപ്പോൾ ദാവീദപ്പച്ചൻ്റെ വീട്ടിൽ പോയി കഴിച്ച ആഹാരത്തിൻ്റെ ടേസ്റ്റ് ഇന്നും എൻ്റെ നാവിലുണ്ട്. വളരെ ദൈവത്തെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ മകളാണ് പ്രിയ ഡാലിയമോൾ. അവൾ വളരെ വിദ്യാഭ്യാസമുള്ള കുഞ്ഞാണ്. ഇംഗ്ലീഷും ഹിന്ദിയും മറ്റ് ലാംഗ്വേജും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന കുഞ്ഞാണ്. ആ മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആത്മീയ പൈതൃകമുള്ള അനുഗ്രഹിയുടെ ഭവനത്തിൽ നിന്ന് പ്രിയ മകനെ ദൈവം പ്രിയ മകളെക്ക് വേണ്ടി കൊടുത്തു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം തക്ക സമയത്ത് പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ പ്രിയ മകൻ താടിയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ പോലെ ഒരു പാവമായ ദൈവം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. ബഹുമാനപ്പെട്ട മാത്യുലാസവൾ കൂടി വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ദൂത് നാം കേട്ടു. ശരിക്കും ഒരു ആരാധനയുടെ അനുഭവം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എൻഗേജ്മെന്റ് സെറമണി ആണല്ലോ, അതിലേക്ക് പോകാൻ നമുക്ക് സാധിക്കത്തില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ. അവരെ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇന്ന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളോടൊപ്പം ദൈവത്തിന് സർവമഹത്വം അർപ്പിക്കുന്നു. ഇതിൽ നിക്ഷിപ്തമായ ആശംസ അറിയിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടന്നു വരട്ടെ. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച പ്രിയ PJ തോമസ് ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിശ്രേഷ്ഠമായ നിലയിൽ ആദരണീയ കർത്തൃദാസൻ മാത്യു ലാസർ ദൈവദാസൻ ശ്രേഷ്ഠമായ നിലയിൽ ഒരു ആത്മീയ സന്ദേശം കൈമാറിക്കഴിഞ്ഞു. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാനുള്ള ഒരു ആഹ്വാനം കൂടി അതിലുണ്ടായിരുന്നല്ലോ. ഇത്തരുണത്തിൽ ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ പ്രിയ തങ്കച്ചായൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡേവിഡ് ചായൻ അദ്ദേഹത്തിൻ്റെ ഇളയ മകൾ പ്രിയ ഡെൻസിയോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഗുജറാത്തിൽ അഹമ്മദാബാദിനടുത്തുള്ള ബാവള എന്ന സ്ഥലത്ത് 1999 കാലഘട്ടങ്ങളിൽ ഒരു വർഷം പ്രിയപ്പെട്ടവരുടെ പാസ്റ്ററായിട്ട് അവിടെ ആരും പഞ്ചായത്തിൽ വന്ന് പ്രിയ 2 കുഞ്ഞുങ്ങളും വളരെ ചെറുപ്പമായിരുന്നു. ഏകദേശം 3-4 വയസ്സ് പ്രായമുള്ള ഡെൻസിമോളെ ഞങ്ങൾ ഓർക്കുകയാണ്. കുടുംബമായിട്ട് ഞങ്ങളവിടെ കർത്തൃവേലയിൽ പ്രിയ കുടുംബങ്ങളോടൊപ്പമായിരുന്നു. ആ നല്ല ദിനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ നല്ല മഹനീയമായ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് ദൈവം കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജെൻസൺ മോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ കുടുംബത്തിൽ വളർത്തപ്പെട്ട ദൈവത്തിനെ കുറിച്ച് അധികമായിട്ടൊന്നും പറയണ്ടല്ലോ. കർത്താവ് ധാരാളമായി മാനിക്കും എന്ന് ഞാൻ അറിയുന്നു. 1-2 വാക്കുകൾ മാത്രം ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നമ്മൾ പൊതുവായിട്ട് അറിയുന്ന പോലെ those who pray together will stay together. എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥനയുടെ അനിവാര്യത വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടിയായിത്തീരും. പരസ്പര വിശ്വാസം, സ്നേഹം, കരുതൽ, അതിലുപരി പരസ്പര ബഹുമാനത്തോടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതത്തിനായി പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സങ്കീർത്തനങ്ങൾ വായിക്കുന്ന പോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സിയോനിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസൻ ഓർപ്പിച്ച വിവാഹ ആ ദിവസം ഞാനും ഉണ്ടായിരിക്കുകയില്ല. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി പോകും. അതുകൊണ്ട് ഗുജറാത്ത് ബറോഡയിലുള്ള റഹബോത്ത് ഫെലോഷിപ്പ് ചർച്ചിൻ്റെയും എന്നോടൊപ്പമുള്ള ദൈവദാസന്മാരുടെയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും ഇനി അഡ്വാൻസ് അറിയിക്കുന്നു. ദൈവം സിയോനിൽ നിന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു വേദ അധ്യാപക കുടുംബം, ദൈവവേലയിൽ ഒരു മിഷണറി കുടുംബം ജനിക്കുന്നതോടൊപ്പം തന്നെ അനേകരെ ദൈവദിനം പഠിപ്പിക്കുവാൻ ദൈവിക കലാലയത്തിൽ ഇവരെ ദൈവം ധാരാളമായി മാനിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിനായി പ്രശോഭിക്കട്ടെ. സർവമഹത്വം കർത്താവിന്. അവസരമൊരുക്കിയ ദൈവദാസനും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ്. തുടർന്ന് സിസ്റ്റർ ഐഡ അലക്സ്.
പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. ഒരു വിവാഹ നിശ്ചയം മാത്രമല്ല, ഒരു നല്ല ആരാധനയുടെ നല്ല നേരവും കൂടെ നമുക്ക് ദൈവം തന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവവേലയ്ക്ക് വിളിയുള്ള വ്യക്തികൾ ദൈവവിളിയുള്ള വ്യക്തികളെ തന്നെ തിരഞ്ഞെടുക്കണം എന്നൊരു ഉപദേശം ദൈവം മുമ്പാകെ സ്വീകരിച്ച ഡെൻസി കാത്തിരുന്നത് വൃഥാവായില്ല എന്ന് ഇന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സർവമഹത്വവും അർപ്പിക്കുന്നു. 2018 ഡെൻസി BD പഠനത്തിനായി ഞങ്ങൾ പഠിപ്പിച്ചിരുന്നതായ സ്ഥാപനത്തിൽ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ വന്നു ചേർന്നത്. അന്നു മുതൽ ഡെൻസിയെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് അറിയാം. ദൈവവേലയ്ക്ക് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ അനേകം ഗുണങ്ങൾ, സ്വഭാവങ്ങൾ ഡെൻസിയിൽ ഉണ്ട്. അതിരാവിലെ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കറിയാം. ചില സാഹചര്യങ്ങളിൽ ഡെൻസിയെ തപ്പി പോയി അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ആ ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനായി താൻ സമയം വേർതിരിച്ചിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നത് തന്നെയും വളരെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നന്നായി പഠിച്ചെടുത്ത് അങ്ങനെയാണ് ഡെൻസി പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിവാഹ ആലോചന വന്നപ്പോൾ അതുമുതൽ ജിൻസണും അതുപോലെ തന്നെ ദൈവവേലയെ സ്നേഹിക്കുകയും ഓൾറെഡി ദൈവവേലയിൽ വ്യാപൃതനാണ് എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിനായി നന്നായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. രണ്ടുപേരും പ്രകൃതി സ്നേഹികളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഡെൻസിയുടെ പിതാവ് പറയുമായിരുന്നു, കുഞ്ഞിലെ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ നായയുമായിട്ട്, വീട്ടിലെ വളർത്ത നായയുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരമാണ് അറിഞ്ഞ ജിൻസണിന് നല്ലൊരു കൊച്ചു ഫാമോ കുറച്ച് മൃഗങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അതൊരു നല്ല സമാന സ്വഭാവമാണ്. രണ്ടുപേർക്കും വളരെ സാമ്യമുള്ളൊരു സ്വഭാവമുണ്ട്. ജീവിതത്തിൽ സമാനതകൾ മാത്രമല്ല പാർട്ട്നേഴ്സിനുള്ളത്, പങ്കാളികൾ തികച്ചും വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളവരുമാണ്. അത് തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്ന ക്രിസ്തീയ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളും. തീർച്ചയായും ദൈവം നിങ്ങളെ പണിതെടുക്കുകയും തൻ്റെ രാജ്യത്തിന്റെ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും. God said to the Israelites that He is their maker, Lord of hosts is His name. He is the Holy One of Israel and their Redeemer. God of the whole earth He is called. ഇസ്രായേലിന്റെ സൃഷ്ടാവ്, പരിശുദ്ധൻ, വീണ്ടെടുപ്പുകാരൻ, സൈന്യങ്ങളുടെ ദൈവം, സർവഭൂമിയുടെയും ദൈവം. ആ ദൈവവേലയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നിറവും നൽകി, തൻ്റെ വിട്ടുമാറാത്ത സാന്നിധ്യം നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. On behalf of our director of New India Evangelistic Association, Dr. Alexander Philip, the principal of New India Bible Seminary, Dr. John Alex, all our faculty, staff and students, we wish you a blessed married life. God bless you. മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞാൻ സ്തോത്രം ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന പ്രിയ ഡേവിഡ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും സുപരിചിതനായ വരൻ വിൻസെന്റ് ജോസഫ്, കഴിഞ്ഞ മുൻപായിട്ട് സ്റ്റേജിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ ഞാൻ സ്തോത്രം ഈ മീറ്റിംഗ് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കർത്താവിൻ്റെ വചനം സൂക്ഷിച്ച അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗൻ മാത്യു ദാസൻ, കർത്താവിൻ്റെ ദാസനെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം അറിയാവുന്നതാണ്. തലയിൽപ്പറമ്പ് കിഴക്കുവശത്ത് കൊരക്കാല CSI പള്ളിയിൽ ദാസർ കർത്താവിൻ്റെ ദാസൻ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ദാസാർ കർത്തസിനെ ചേർക്കപ്പെട്ട ദാസാറിൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നത് പല പ്രാവശ്യം കടന്നു വന്ന് എനിക്ക് പരിചയമുണ്ട്. അതുപോലെ തന്നെ കൺവെൻഷനിലൊക്കെ അവിടെ വന്ന് കർത്താവിൻ്റെ വചനം അറിയിച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ശ്രദ്ധിക്കുന്നു.
മറ്റു സ്റ്റേജിലുള്ള എല്ലാ പ്രിയപ്പെട്ട ദേവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 22 22 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയമാണ്. സ്തോത്രം. പ്രിയ ജിൻസൺ ജോസഫ് മോൻ്റെ പിതാവുമായിട്ട് ഞങ്ങൾക്കുള്ളത്. തലയപ്പുറം IPC ചർച്ചിൻ്റെ മെമ്പറാണ്. ഞങ്ങൾ ദീർഘകാല ഒരുമിച്ച് ഞങ്ങൾക്ക് ദീർഘകാലം അവിടെ ആയിരിക്കാൻ ഇടയായിട്ടുണ്ട്, പരിചയപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും അവരുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ കൂടുതൽ അടുത്തറിയാവുന്നതാണ്. വളരെ നല്ല നിലയിൽ വലിയ കൃത്യനിഷ്ഠയോടെ കാഴ്ചപ്പാടോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ ദർശനം പ്രാപിച്ച് വടക്കേ ഇന്ത്യയുടെ പ്രദേശത്ത് ദീർഘവർഷങ്ങളെ കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായിത്തീർന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ വേലയോട് അനുബന്ധിച്ച് തന്നെയാണല്ലോ മോനും ഇപ്പോൾ സ്തോത്രം ചെയ്യുന്നത്. അത് തന്നെ വളരെയധികം ദൈവ അനുഗ്രഹം ലഭിക്കുന്നതായ ഒരു സംരംഭമാണ്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ പ്രിയ മാതാവിൻ്റെ ഫാമിലി തലയപ്പറമ്പിൽ അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പാണ്. കൊച്ചാനപ്പറമ്പ് ഫാമിലിയിൽപ്പെട്ടതാണ്. സ്തോത്രം. ആ പ്രിയപ്പെട്ട അമ്മാവയും സ്തോത്രം പുറത്ത് ഇരിക്കട്ടെ എന്ന് സ്തോത്രം ആശംസിച്ചു. സ്തോത്രം. ആശംസയായിട്ട് നല്ല വാക്കുകളെ പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. തുടർന്ന് വോട്ടോ താങ്ക്സിനായിട്ട് പ്രിയ മകൾ ഡാലിയ ഡെൻസിയുടെ പിതാവ് ബ്രദർ ഡേവിഡ് ജോർജ് പ്രിയ തകച്ചാനെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. വോട്ടോ താങ്ക്സ്. കർത്താവ് മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. നന്ദി പറയുമ്പോൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതം. കാരണം എനിക്ക് വാക്കുകൾ പറയുവാൻ തന്നെ കഴിയാത്ത നിലയിൽ ഇങ്ങനെ വിവാഹത്തെക്കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് ഞാൻ ജോലിയൊക്കെ വിട്ടൊഴിഞ്ഞിട്ട് ഏകദേശം 7-8 വർഷം അപകടമുണ്ടായ ശേഷം ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി മാത്രം ഒരു വിവാഹം നടത്താമെന്ന് കാണിച്ചു തരുന്ന ഒരു വിവാഹ നിശ്ചയമാണ് ഇതെന്ന് സംശയം പിന്നെ പറയാൻ കഴിയും. ഒരു നയാ പൈസ എൻ്റെ അക്കൗണ്ടിൽ കണ്ടുകൊണ്ടോ ഒരു മുൻപിലൊരു മാർഗം കണ്ടുകൊണ്ടോ ആരും അങ്ങനെ തീരുമാനിച്ച വിവാഹമല്ല ഇത്. ഇതിൻ്റെ കൂടുതലായിട്ട് പ്രിയ ജിംസിൻ്റെ പിതാവ് പ്രിയ ജിംസിനൊക്കെ എന്നെ എപ്പോഴും ഉപദേശിക്കും, വിവാഹത്തിലുണ്ട് ന്യായ പൈസ പോലും ആരുടെ കടം വാങ്ങിക്കരുത്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ വിവാഹത്തിൻ്റെ ഇന്ന് വരെയും ന്യായ പൈസ പോലും കടം വാങ്ങിക്കാതെ വലിയവനായ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമാക്കി ഇത്രയെല്ലാം നൽകി തന്നത് ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിവരികയില്ല. കാരണം എന്നെ സഹായിപ്പാൻ ഏലിയാവിനെ കർത്താവ് കാക്കി കൊണ്ട് പോഷിപ്പിച്ച ദൈവം എനിക്ക് വേണ്ടി പലരെയും മുന്നമേ കണ്ടിരുന്നു. അവരുടെയൊക്കെ പേര് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയക്കുറവുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. എങ്കിലും ചിലരുടെ പേര് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ എനിക്ക് അപകടമുണ്ടായ ശേഷമുള്ള പഠനം മുടങ്ങുമെന്ന് ആഗ്രഹിച്ച സമയത്ത് IBCയിലെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന പ്രിയ ജോൺ അലക്സ് സാറും തൻ്റെ കുടുംബവും അത് ഇപ്പോൾ അവർ പായിപ്പാട്ട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ ചുമതലയിലായിരിക്കുന്നു. അവരുടെയും അതുപോലെ സ്റ്റെർല ലൂക്ക്, അതായത് നമ്മുടെ വത്സന എബ്രഹാമിൻ്റെ സഹോദരി, അവരുടെയൊക്കെ വളരെ ആഘാതമാർന്നായ ആ സ്നേഹവും അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ പഠിക്കുവാൻ കഴിഞ്ഞത്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ കഴിയുന്നില്ല എങ്കിലും അനേക ദൈവമക്കളുടെ അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥന ആണ് ഇതിന് പിന്നിലുള്ളതെന്ന് എനിക്ക് സംശയമില്ലേ പറയാൻ കഴിയും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ നന്ദി പറയാനുള്ള കാരണം ഞാൻ പറയുന്നു. എനിക്ക് നന്ദി പറയുമ്പോൾ ഇവിടെ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തിയതായ ആ കർത്താവിൻ്റെ ദാസൻ പ്രിയ മാത്യുദാസനെ കുറിച്ച് താൻ തന്നെ പറയുകയുണ്ടായി. ഞങ്ങളുടെ സഭയിൽ എൻ്റെ ചെറുപ്രായത്തിലുള്ള ശുശ്രൂഷിച്ച ദൈവദാസനാണ്. അതുമുതൽ ഇതിലൂടെ ആ സ്നേഹം നിലനിർത്തുവാനും ഇന്ന് പോൽക്കാലം ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ആ 4 വാക്ക് സംസാരിപ്പാൻ ദൈവം എൻ്റെ മകനെ ബലപ്പെടുത്തി ഓർത്ത് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവദാസനുള്ള നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ മീറ്റിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എബ്രഹാം ബലി പാസ്റ്റർ ഇതിൻ്റെ ആരംഭം മുതൽ എല്ലാ കാര്യത്തിലും ഞങ്ങളോട് ചേർന്ന് ഒരു കുടുംബത്തെ പോലെ തന്നെ ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ സഹായങ്ങളും പ്രാർത്ഥിച്ച് നൽകുന്നത് കൊടുത്ത്
ആ ദൈവദാസനോട് കുടുംബത്തോടുള്ളായ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ആ പ്രത്യേകം പറഞ്ഞാൽ ബറോഡയിൽ നിന്ന് കടന്നു വന്നായ പ്രിയ ബിജു ജോൺ പാസ്റ്റർ, ഞാൻ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വരാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ വന്ന് വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത ശേഷം മാത്രമേ ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ താൻ കൊല്ലത്തേക്ക് പോകേണ്ട ആള് തിരുവല്ലയിൽ ഇറങ്ങി ഇന്ന് ഇവിടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുന്നു. ആശംസ പറയുവാൻ ദൈവം എന്നുവരെയും ബലപ്പെടുത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവദാസനോടുള്ളായ എൻ്റെ നന്ദി പ്രത്യേകം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ദൈവദാസനാണെങ്കിൽ പോലും ഞങ്ങൾ ഒരു കുടുംബം പോലെ ഒന്നിച്ച് കഴിച്ചും കുടിച്ചും എല്ലാ നിലയിലും ആ ദൈവദാസനുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ സ്നേഹിതന്മാരെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് പിതാവും ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് സഹോദരൻ്റെ സ്നേഹം നൽകിയത് ഞങ്ങളെ ഒരു കുടുംബമായി ഞങ്ങൾ കഴിഞ്ഞവരാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഇവിടെ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും പ്രത്യേകം പേരിൽ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സമയം ഒത്തിരി അതിക്രമിച്ചു പോയല്ലോ. എല്ലാ ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ നല്ല പാട്ടുകൾ പാടിയ ആ കൊയറിൻ്റെ ചുമതല വഹിക്കുന്ന ദൈവദാസന്മാരോടും അവർ ആ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ നല്ല അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇവിടെ റിജോയ് സാറ് കുടുംബം പലരും നമ്മുടെ വന്നിട്ടുണ്ട്. പായിപ്പാട് ബൈബിൾ കോളേജിൽ നിന്ന് കടന്നു വന്ന എല്ലാ ഫാക്കൽറ്റീസിനോടും എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും. അതുപോലെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ എല്ലാ ദൈവഭക്തന്മാർക്കും ഇവിടെ കടന്നു വന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കും ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം നൽകുന്നത്. അതുപോലെ തന്നെ പിന്നെയും എടുത്തു വരേണ്ട കാര്യം ചേപ്പാട് പ്രത്യാശാധിപത്യത്തിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയ പിതാവ് പ്രായത്തിൻ്റെതായ അതുകൊണ്ടെങ്കിൽ യൗവനക്കാരനെ പോലെ ഒരു യുവാവിനെ പോലെ ഓടി നടത്തുകൊണ്ട് ഇവിടെ കണ്ടാൽ വളരെ സന്തോഷം എനിക്ക് തോന്നി. ആ പാട്ടൊക്കെ പാടിയപ്പോൾ ഒരു യുവാവിൻ്റെ വീട്ട് നൃത്തം ചെയ്തുകൊണ്ട് ആ പാട്ടിൽ ആനന്ദിക്കുന്നതായി കാണാൻ ഇടയായിരുന്നു. ആ പിതാവിനെയും പിന്നെയും ആയുസ് ആരോഗ്യം കൊടുത്ത് ദീർഘായുസ്സോടെ കാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ ജെൻസിൻ്റെ പിതാവ് ഞങ്ങൾക്കറിയാവും സാറ് വിവാഹം വെച്ച് കണ്ടു കഴിഞ്ഞാൽ വിവാഹശേഷമായിരിക്കും സംസാരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. എന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു അന്ന് മുതൽ സ്വന്തം സഹോദരങ്ങളെ പോലെ പരസ്പരം ആഴ്ച ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫോൺ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപോലെ സമയത്തിന് എത്ര നിശ്ചയമെന്നുള്ളവരല്ല. സമയം കിട്ടിയാൽ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും പണിയില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു. അത് വലിയ അനുഗ്രഹമാണ്. കാരണം എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അവർ കിട്ടിയിരിക്കുന്നത്. ആ ദൈവത്തെ അറിയുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തെ ഒരു കുടുംബമായതുകൊണ്ട് ആ ദൈവസ്നേഹമാണ്. അങ്ങനെയൊക്കെയുള്ളവരെ എല്ലാം അനുഭവിപ്പാൻ ദൈവം സാവകാശത്തിനായി നന്ദി പറയുന്നു. പിന്നെ അതുപോലെ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതായ സനൻ ടിവിക്കാരോടും അതുപോലെ ഇവിടെ ഫോട്ടോഗ്രാഫർ ചെയ്യുന്ന എല്ലാവരോടും ഇതിൻ്റെ പിൻപിൽ പ്രത്യേക സെറ്റ് വർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളതായ എമറൈറ്റ്സ് അങ്ങനെ എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാ സമയം ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു വാക്കിൽ എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എനിക്ക് സമരത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ പ്രിയ മകൻ ജിൻസൺ, പ്രിയ മകൾ ഡെൻസി, പ്രിയ കുഞ്ഞുങ്ങളുമായി നമ്മൾ യാത്ര ചെയ്ത് ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ നോക്കണം ഇടയായിത്തീർന്നു. ഈ വിവാഹ നിശ്ചയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇത് ഇവിടെ വെച്ച് ചെയ്തെടുക്കത്തക്കോണം ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ വരവ് താമസമെന്ന വരിയിൽ 2025 ഡിസംബർ മാസം 10-ാം തീയതി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് ചേപ്പാടുള്ള ന്യൂ ലൈറ്റ് ഹോപ്പ് മിഷൻ ചേപ്പാട് വെച്ച് വിവാഹം നടത്തുന്നതിനായിട്ട് ആഗ്രഹിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ. പ്രിയ കുഞ്ഞുങ്ങൾ ഇരുവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉത്തമമായ കുടുംബജീവിതം നയിപ്പാനുള്ള എല്ലാ ദൈവകൃപയും കർത്താവ് ചൊരിയട്ടെ. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിഴലായിട്ട് ഈ വിവാഹ നിശ്ചയം കൊണ്ട് നടക്കുമ്പോൾ കഴിഞ്ഞ നാളിൽ കർത്താവ് യേശുവുമായിട്ട് ഉടമ്പടി ചെയ്ത ദൈവമക്കള് ഒരു വലിയ സത്യം ഇനി നടക്കാനിരിക്കുന്നത് കർത്താവ് ആത്മ മണവാളനാകുന്ന കർത്താവിന്റെ വരവാണ്. ആ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ കാലസംഭവങ്ങൾ വിളിച്ചു പറയുന്നു. കർത്താവിന്റെ വരവാസനമായി അതിനുവേണ്ടി നോക്കി പാർക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. തുടർന്ന് എല്ലാ പ്രിയപ്പെട്ടവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മലപ്പള്ളി സെന്ററിന്റെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ PJ തോമസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ വിവാഹ നിശ്ചയം ഇവിടെ ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കും. എല്ലാവർക്കും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയത്ത് പാസ്റ്റർ PJ തോമസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ വിവാഹ നിശ്ചയം ഇവിടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും.
പ്രാർത്ഥിക്കുക. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. പറഞ്ഞാൽ തീർന്നു പോകാത്ത ദൈവിക ദാനങ്ങൾ നിമിത്തം അങ്ങയ്ക്ക് വീണ്ടും സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു കർത്താവേ. രാവിലെ സമയം ഇവിടെ കൂടുവാൻ അവസരമൊരുക്കി നിർദ്ദേശങ്ങളെല്ലാം അങ്ങ് അറിയുന്നവല്ലോ. വിശേഷായ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹ നിശ്ചയം ഈ ആഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് പകൽ കർത്താവിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ അവസരമൊരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ചേർപ്പെട്ട് നടന്നു വന്നായ വാത്സല്യ കുഞ്ഞുങ്ങളെ സമാധാനത്തോടും സന്തോഷത്തോടും ആപത്ത് കൂടാതെ വാഹന യാത്രയെല്ലാം കൂടി ഇരുന്ന് സൗഖ്യത്തോടും സമാധാനത്തോടും എത്തിച്ചു. ചങ്ങാരമലിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് സമാധാനത്തോടെ കൊണ്ടുവന്നല്ലോ. ഈ വിവാഹ നിശ്ചയത്തിൽ കടന്നു വന്ന എല്ലാവരെയും അനർത്ഥം കൂടാതെ ശത്രുവാരെയും കൂടാതെ ദൈവാത്മാവ് പരിപാലിച്ചു കൊണ്ടുവന്ന വിശ്വസതയ്ക്കായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പിന്നെയും കർത്താവ് സഹായിച്ച് ദൈവമായ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ. ഇരുഭവനങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരന്മാരെ അനുഗ്രഹിക്കണം. ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ ദൈവവചനം പറഞ്ഞു കൊടുത്ത ദൈവദാസന്മാരെ സഭകളെയൊക്കെ വാർത്തു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കൃപയിൽ പൊതിയണമേ. ഈ മീറ്റിംഗിലൂടെ കർത്തദാസനെ വാർക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ട് ശിക്ഷാനുഗ്രഹീതമായ ദൈവ ആലോചനകളെ കേൾപ്പിച്ച കർത്താവ് ഞങ്ങളുടെ ദാസനെ കുടുംബത്തെ വാർക്കുന്നു. പിന്നെയും താങ്ങി സഹായിക്കണമേ, ആരോഗ്യപരമായി കൊടുക്കണമേ. ഈ വാഹനത്തിന് വേണ്ടി പഠിക്കേണ്ടതൊക്കെ കടന്നു വന്നായ പ്രവാത്സല്യമറിയപ്പെട്ടവരെ എല്ലാം ഓർക്കുന്നു. എല്ലാവരെയും താങ്ങണമേ. കർത്താവ് ഒരു താമസമെങ്കില് താവി അടുത്ത 10-ാം തീയതി നടക്കാൻ പോകുന്നതായ വിശുദ്ധ വിവാഹം ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും ആഡിറ്റോറിയം വെച്ച് നടത്തി ഭംഗിയായി വരന്റെ ഭവനത്തിൽ കയറുവാൻ ദൈവം സഹായിക്കണം. വാത്സല്യ മകളെ അനുഗ്രഹിച്ചാൽ ഇപ്പൊ ഇതിൽ ആ ഭവനത്തിൽ ചെല്ലുന്നത് ഒരാത്മിക പ്രകാശമായി തീരുമാനമാക്കണം. പ്രിയ മകനും ഈ വാത്സല്യ ഭവനത്തിൽ ചങ്ങരമല വരുന്നത് അനുഗ്രഹമാക്കി തീർക്കണം. ഇരുകുടുംബങ്ങളെയും വ്യക്തികളെയും കുടുംബജീവിതം കർത്താവിന്റെ അനുഗ്രഹങ്ങളാൽ വളരെ സന്തോഷപ്രദമായി അവർക്ക് ആയുസ്സും ആരോഗ്യമെല്ലാം കൊടുത്ത കർത്താവ് താങ്ങണമേ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നു. പ്രിയ സ്നേഹത്തെ ഞങ്ങളെ മറയ്ക്കണം. എല്ലാവിധ അനുഗ്രഹം നിറയ്ക്കണം. അങ്ങനെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര. ക്രിസ്തു യേശുവിന്റെ പരിഹരിക്കുന്ന നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സംസർഗം, കാവൽ ഓർത്തു പ്രാർത്ഥിച്ച സകല വിഷയത്തിന് മേലും ഞങ്ങളെ കേൾപ്പിച്ച ആലോചന മേലും ശിക്ഷാൽ ഒരു ദിവസം നടക്കപ്പെടുന്നതായ വിശുദ്ധ വിവാഹത്തോടും വാത്സല്യ കുഞ്ഞുങ്ങളോടും ഈ കർത്താവേ സമൂഹത്തോടും അങ്ങനെ രണ്ടാമത്തെ വരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് ലഭിക്കുന്ന അനുസരിച്ച് ഭക്ഷിച്ച് സ്തോത്രം ചെയ്ത് എഴുന്നേറ്റ് പോകാം. പരിശുദ്ധ കർത്താവേ, ഒരുക്കപ്പെട്ട ആഹാരത്തിനായി സ്തോത്രം. ഭക്ഷിച്ച് ബലപ്പെട്ട് മുഴുമഹത്വവും കർത്താവിന് തരാനിടയായി തരണം. റിസപ്ഷൻ അനുഗ്രഹമായിട്ട് തീർക്കണമേ. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ഇരിക്കാം. ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. Of the goodness of God, in your hand, from the moment we come, so good of God. तूने प्यार किया है मुझसे, जान से भी ज्यादा, जान से भी परवाह की है मेरी। छोटी सी छोटी बातों की तूने परवाह की है, छोटी सी छोटी बातों की। माँ के
तू है, माँ की तरह तू ख्याल रखता है, माँ के समान तू